بسم الله الرحمن الرحيم حميم تنزيل الكتاب من الله العزيز العليم غافر الذنب وقابل التوب شديد العقاب ذي الطول لا إله إلا هو إليه المصير. السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. فقد قال الله سبحانه وتعالى في محكم تنزيل: أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മസ്കത്തിൽ നടന്ന കാന്തപുരം എ പി വിഭാഗവും മുജാഹിദുകളും തമ്മിൽ നടന്നിട്ടുള്ള സംവാദത്തിൽ മുജാഹിദ് പക്ഷം നാളിന്നുവരെ പറഞ്ഞു വന്നിരുന്ന ആശയം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അല്ലാഹുവല്ലാത്തവരോടുള്ള സഹായത്തേട്ടം ശിർക്കാണെന്ന അവരുടെ വാദം തകർന്ന് തരിപ്പണമായി എന്നും അതവരുടെ ഇസ്ലാഹിൽ തന്നെ വ്യക്തമായി വന്നിട്ടുണ്ട് എന്നും നൗഷാദ് ഹസനി ഇസ്ലാഹിൻ്റെ ഒരു ഭാഗം വായിച്ചുകൊണ്ട് സംവാദത്തിൽ ചോദ്യോത്തര സെഷനിൽ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം അധീനം, ഭൗതികം അഭൗതികം, പ്രാർത്ഥന, ശിർക്ക് തുടങ്ങുന്ന വാക്കുകൾ അത് മലയാളത്തിൽ കേരളക്കരയിലെ ആളുകൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി പണ്ഡിതന്മാർ വിശദീകരിച്ച വാചകങ്ങളാണ്. പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും നേരെ ടെക്സ്റ്റുകൾ പരിശോധിച്ചാൽ അത്തരം വാചകങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ലെങ്കിലും ആയത്തുകളുടെയും ഹദീസുകളുടെയും വിശദീകരണത്തിൽ
പണ്ഡിതന്മാർ തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ അത് വിശദീകരിച്ചിട്ടുള്ളതാണ്. ഇസ്ലാഹിലെ ചില പരാമർശങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങൾ കൊണ്ടുവന്ന ഈ ആശയം ലോകത്താർക്കും പരിചയമില്ലാത്തതാണെന്ന് പറയാൻ അദ്ദേഹം സമയം കാണുകയും അവരുടെ CD പുറത്തിറങ്ങിയ സമയത്ത് കാര്യകാരണ ബന്ധം മുറിഞ്ഞു വഹാബികളുടേത് എന്ന നിലക്ക് പ്രചരണം നടത്തുകയും സംവാദത്തിൽ കാണിച്ച കുതന്ത്രങ്ങളെല്ലാം തങ്ങളുടെ ചരിത്ര വിജയമായി ആഘോഷിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് ഈ CD കേൾക്കുന്ന, ഈ സംവാദം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളോട് എന്തായിരുന്നു അതിൻ്റെ നിജസ്ഥിതി എന്ന് അല്പനേരം നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ലക്ഷ്യം. അതോടൊപ്പം സംവാദത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള ആയത്തും ഹദീസും ചരിത്ര സംഭവവും യഥാർത്ഥത്തിൽ ചരിത്രപരമായ കുതന്ത്രവും നുണയുമാണ് മസ്കത്ത് സംവാദത്തിൽ നടന്നിട്ടുള്ളത് എന്ന് ഇത് കേൾക്കുന്ന നിങ്ങൾക്കേവർക്കും ബോധ്യപ്പെടുന്നതാണ്. മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ആശയം തകർന്നു എന്ന് കാണിക്കാൻ നൗഷാദ് ഹസന് കൊണ്ടുവന്നത് ഏപ്രിൽ 2013 അൽ ഇസ്ലാഹ് മാസികയാണ്. ഈ അൽ ഇസ്ലാഹ് മാസിക, അതിൽ അദ്ദേഹം എടുത്തുദ്ധരിച്ചിട്ടുള്ളത് ബഷീർ സലഫി പൂളപ്പോയിൽ എഴുതിയ ഒരു ലേഖനത്തിലെ ചില പരാമർശങ്ങളാണ്. യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, ശിർക്കിൻ്റെ മാനദണ്ഡം എന്ത്, ശിർക്ക് എന്ത് എന്ന് വിശദീകരിക്കാൻ പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത്, പ്രവാചകന്റെ ഹദീസ് അതിൽ നിന്ന് വായിക്കൂ, അതിൽ നിന്ന് പറയൂ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ സാധിക്കില്ല. കാരണം പിൽക്കാലത്ത് കടന്നു വന്നതാണ് വിശദീകരണം പറയുക എന്നതോ അല്ലെങ്കിൽ അതിൻ്റെ തഅരീഫ് പറയുക എന്നതോ ആയ സമ്പ്രദായം. ഈ ഇസ്ലാഹിൻ്റെ ലേഖകനും അത് തന്നെയാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. ഇസ്ലാഹിൻ്റെ ലേഖനത്തിൽ കാണാം, ജിന്നിനോടോ മലക്കിനോടോ മനുഷ്യനോടോ ആരോടാകട്ടെ ഒരു സഹായാർത്ഥന ശിർക്കാകുന്നത് എപ്പോൾ, ശിർക്കാകാത്തത് എപ്പോൾ എന്നത് ഇന്ന് നാം വിശദീകരിക്കുന്ന വിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ സഹാബത്തിനോ വിശദീകരിക്കേണ്ട സാഹചര്യം വന്നിട്ടില്ല. പ്രാർത്ഥനയായി തീരുന്ന സഹായാർത്ഥന ഏതാണെന്നും ഏതല്ലെന്നും ഒരു വിശദീകരണം ആവശ്യമില്ലാത്ത വിധം അവർക്ക് മനസ്സിലായിരുന്നു എന്നത് തന്നെ കാരണം. അല്ലാഹുവല്ലാത്തവരോടുള്ള പ്രാർത്ഥനയെ ഇസ്തിഗാസ എന്ന ഓമന പേരിട്ടും മറ്റും ന്യായീകരണങ്ങൾ ചമച്ചും അനുവദനീയമാക്കുന്ന പിഴച്ച ചിന്ത മുസ്ലിം സമൂഹത്തിൽ വ്യാപകമാകാൻ തുടങ്ങിയപ്പോഴാണ് പണ്ഡിതന്മാർക്ക് ഇബാദത്ത്, പ്രാർത്ഥന, ശിർക്ക്, തൗഹീദ് തുടങ്ങിയ അടിസ്ഥാനപരമായ ഇസ്ലാമിക സാങ്കേതിക സംജ്ഞകൾക്ക് കൃത്യമായ നിർവചനങ്ങൾ നൽകേണ്ടി വന്നത്. വളരെ വ്യക്തമാണ് ഇസ്ലാഹിലെ പരാമർശം. ഇത്തരം സംജ്ഞകൾ പരിശുദ്ധ ഖുർആനിലോ അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ സ്വഹാബത്തിനോ വിശദീകരിക്കേണ്ടി വന്നിട്ടില്ല. എന്തുകൊണ്ട്? വിശദീകരണം ആവശ്യമില്ലാതെ തന്നെ അവർക്ക് കാര്യം ബോധ്യപ്പെട്ടിരുന്നു, കാര്യം മനസ്സിലാക്കിയവരായിരുന്നു അവർ. എന്നാൽ പിൽക്കാലത്ത് അതൊക്കെ വളച്ചൊടിക്കപ്പെടുന്നൊരവസ്ഥ വന്നപ്പോഴാണ് പണ്ഡിതന്മാർക്കത് വിശദീകരിക്കേണ്ടതായി വന്നത്. അല്ലാഹുവല്ലാത്തവരോടുള്ള സഹായാർത്ഥന ശിർക്കാണെന്നതിന് തെളിവായി മുവഹിദുകൾ സാധാരണ ഉദ്ധരിക്കാറുള്ള പ്രധാന തെളിവ് സൂറത്തുൽ ഫാത്തിഹയിലെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്താണ്. അതേപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കുക, നീ സഹായം തേടുകയാണെങ്കിൽ അല്ലാഹുവിനോട് സഹായം തേടുക എന്ന നിർദ്ദേശവും സൃഷ്ടികളോട് സഹായം തേടാൻ അത് ശിർക്കാണ് എന്നതിനുള്ള തെളിവായി നാം ഉദ്ധരിക്കാറുള്ള തെളിവാണ്. ഈ ആയത്തിൻ്റെയും നബിവചനത്തിൻ്റെയും ബാഹ്യാർത്ഥ പ്രകാരം എല്ലാ സഹായാർത്ഥനയും അല്ലാഹുവോടെ പാടുള്ളൂ എന്നാണ് കിട്ടുക. എന്നാൽ ആയത്തിലും ഹദീസിലും പരാമർശിക്കപ്പെട്ട സഹായാർത്ഥന കൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കപ്പെട്ടത് ആരാധനയായി തീരുന്ന സഹായാർത്ഥനയാണെന്ന കാര്യത്തിൽ പക്ഷാന്തരമില്ല.
ആരാധനയായി തീരുന്ന സഹായാർത്ഥന അഥവാ പ്രാർത്ഥനയുടെ പരിധിയിൽ വരുന്ന സഹായാർത്ഥന അല്ലാഹുവല്ലാത്ത മറ്റൊരു സൃഷ്ടിയോടും നടത്താൻ പാടില്ല. അത് അല്ലാഹുവോട് മാത്രമായിരിക്കണമെന്നാണ് ഉപരിസൂചിത തെളിവുകളിൽ നിന്നും കിട്ടുന്ന ആശയം. അപ്പോൾ പിന്നെ ഒരു സഹായാർത്ഥന പ്രാർത്ഥനയായി തീരുന്നത് എപ്പോഴാണെന്നതിനും എങ്ങനെയാണെന്നതിനും വിശദീകരണം ആവശ്യമായി വന്നു. അങ്ങനെ ഒരു വിശദീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നോ സ്വഹാബത്തിൽ നിന്നോ ഹദീസ് ഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കപ്പെട്ട് കാണുന്നുമില്ല. കാരണം പ്രാർത്ഥനയുടെയും ആരാധനയുടെയും ആശയം എന്തെന്ന് ഒരു നിർവചനത്തിൻ്റെ സഹായമില്ലാതെ തന്നെ ഉൾക്കൊണ്ടവരായിരുന്നു ആദ്യ തലമുറകളൊക്കെയും. അപ്പോൾ വളരെ വ്യക്തമാണ്, ആദ്യ നൂറ്റാണ്ടുകാർ ഇത്തരം വിഷയങ്ങൾ വിശദീകരിക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഒരു നിർവചനത്തിൻ്റെ സഹായമില്ലാതെ തന്നെ എന്താണ് ശിർക്ക്, എന്താണ് തൗഹീദ്, എന്താണ് പ്രാർത്ഥന, എന്താണ് സഹായാർത്ഥന എന്നത് വ്യക്തമായും അവർക്ക് ബോധ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് അന്നൊരു തഅരീഫിൻ്റെ ആവശ്യമുണ്ടായിട്ടേ ഇല്ല. എന്നാൽ കാലം മാറിയപ്പോൾ മുസ്ലിം ഉമ്മത്തിലെ കബറാരാധകന്മാരും സിദ്ധപൂജകന്മാരും ഈ വിഷയത്തിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ ശ്രമിച്ചു തുടങ്ങിയപ്പോൾ പണ്ഡിതന്മാർക്ക് വസ്തുതകൾ ബോധ്യപ്പെടുത്താൻ ഉതകുന്ന വിശദീകരണവും നിർവചനങ്ങളും നൽകേണ്ടി വന്നു. നിർവചനം പറയുന്ന രീതി തന്നെ പിൽക്കാലത്തുണ്ടായതാണെന്ന് ചുരുക്കം. അപ്പോൾ ഒരു കാര്യം കൂടി വ്യക്തമായി, ഇസ്ലാഹ് പറഞ്ഞ വാചകം ലോകത്ത് കഴിഞ്ഞുപോയ പണ്ഡിതന്മാർ അംഗീകരിച്ച ആശയമാണെന്നും പുതിയതായി കടത്തിക്കൂട്ടിയതല്ലെന്നും മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു വരുന്ന ആദർശം അത് തകർന്നിട്ടില്ലെന്നും ഇപ്പോഴും ഈ ഇസ്ലാഹിൻ്റെ വാചകത്തിലൂടെയും ബോധ്യപ്പെടുകയാണ്. ഇനി കേൾക്കാം, അള്ളാഹുവോട് മാത്രമാകേണ്ടുന്ന സഹായാർത്ഥന ഏത്, സൃഷ്ടികളോട് നടത്തൽ അനുവദനീയമായ സഹായാർത്ഥന ഏത് എന്നുള്ളത് വേർതിരിക്കുന്നതിന് വേണ്ടി മേൽ പരാമർശിച്ച ഹദീസിൻ്റെ പശ്ചാത്തലത്തിൽ 40 ഹദീസുകളുടെ വിശദീകരണത്തിൽ 40 ഹദീസുകളുടെ വിശദീകരണത്തിൽ 19-ാം നമ്പർ ഹദീസിൻ്റെ വ്യാഖ്യാനമായി ഇമാം നവവി അക്കാര്യം വ്യക്തമാക്കുകയുണ്ടായി. നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവോട് ചോദിക്കുക, നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടുക. ഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ് എന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശത്തെ ഇമാം നവവി റഹിമഹുല്ല വിശദീകരിച്ചതിൻ്റെ ചുരുക്കം ഇതാണ്. താൻ ചോദിക്കുന്ന കാര്യം സൃഷ്ടികളുടെ കയ്യാൽ നടന്നു വരുന്നതായി പതിവില്ലാത്ത കാര്യമാണെങ്കിൽ, ഉദാഹരണമായി രോഗം ശമിപ്പിക്കുക, ദുനിയാവിലും ആഖിറത്തിലുമുള്ള പരീക്ഷണങ്ങളിൽ നിന്നും രക്ഷ തേടുക പോലെയുള്ളതാണെങ്കിൽ അത് അയാൾ തൻ്റെ റബ്ബിനോട് തന്നെ ചോദിക്കണം. എന്നാൽ ചോദിക്കപ്പെടുന്ന കാര്യം സൃഷ്ടികളുടെ കയ്യാൽ അള്ളാഹു നടപ്പിൽ വരുത്തുന്ന കാര്യമാണെങ്കിലോ, ഉദാഹരണമായി തൊഴിലുടമകളുമായും ഭരണാധികാരികളുമായും ബന്ധപ്പെട്ട കാര്യങ്ങൾ, അക്കാര്യത്തിൽ അവരുടെ ഹൃദയങ്ങളിൽ ചോദിക്കുന്നയാളോടുള്ള കനിവ് ഉണ്ടാക്കുവാനാണ് അള്ളാഹുവോട് ചോദിക്കേണ്ടത്. ചോദിക്കേണ്ട വിഷയം ബന്ധപ്പെട്ട സൃഷ്ടിയോട് തന്നെ ചോദിക്കണം. ഇങ്ങനെ ഒരു വിശദീകരണം നബിയിൽ നിന്നോ സ്വഹാബത്തിൽ നിന്നോ ഇമാം നബി വരെയുള്ള ഏതെങ്കിലും പൂർവികരോ ഒരു പക്ഷെ പറഞ്ഞതായി കണ്ടെന്നു വരില്ല. ആരാധനയായി തീരുന്ന സഹായാർത്ഥന വിശദീകരിച്ചപ്പോൾ അദൃശ്യവും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതവും അഭൗതിക മാർഗത്തിലുള്ളതുമായ സഹായാർത്ഥനയെന്ന് വിശദീകരിച്ച KM മൗലവി, കുഞ്ഞീദ് മൗലവി, AP അബ്ദുൽ ഖാദർ മൗലവി തുടങ്ങിയവരൊക്കെ പിന്തുടർന്നു പോന്നതും ഇമാം നവവിയുടെയും മറ്റും ഈ നിലപാടുകളാണ്. അപ്പോൾ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമെന്ന വിഷയം ഞാൻ സംവാദത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇമാം നവവി തൻ്റെ 40 ഹദീസുൻ നബവിയിൽ രേഖപ്പെടുത്തിയ വിഷയം അതുപോലെ തന്നെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഇസ്ലാഹും വിശദീകരിച്ചിട്ടുള്ളത്. ഈ വാചകം എടുത്തു ധരിച്ചിട്ടാണ് നൗഷാദ് ഹസനി അവിടെ പറഞ്ഞു, ഇതാ മുജാഹിദുകളുടെ കാര്യകാരണ ബന്ധം പൊളിഞ്ഞു എന്ന്. ഇല്ല, ഒരിക്കലും പൊളിഞ്ഞിട്ടില്ല. ഈ വിശദീകരണത്തിലൂടെ വ്യക്തമാകുന്നത് സൃഷ്ടികൾ പരസ്പരം നടത്തുന്നതും നടപ്പിൽ വരുത്തുന്നതുമായ സാധാരണഗതിയിലുള്ള സഹായാർത്ഥന ഉപരിസൂചിത ആയത്തിൻ്റെയും ഹദീസിൻ്റെയും പരിധിയിൽ വരാത്തതാണെന്നാണ്. ഏതെങ്കിലും ഒരു വ്യക്തി ആരാധനാഭാവത്തോടെ മറ്റൊരു വ്യക്തിയോടോ ശക്തിയോടോ വസ്തുവോടോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതവും അഭൗതികവുമായ മാർഗത്തിൽ നടത്തുന്ന സഹായാർത്ഥനയാണ് പ്രാർത്ഥനയുടെ പരിധിയിൽ വരുന്ന സഹായാർത്ഥന. അതാണ് അല്ലാഹു അല്ലാത്തവരോട് ആകാൻ പാടില്ലാത്തതും അങ്ങനെയാകുന്നത് വഴി ശിർക്കായി തീരുന്നതുമായ സഹായാർത്ഥന. ഇതാണ് ഇസ്ലാഹ് പറഞ്ഞത്. 2013 ഏപ്രിൽ ഇസ്ലാഹ് മാസികയിലൂടെ നിങ്ങളെ കാര്യകാരണ ബന്ധം പൊളിഞ്ഞു എന്ന് പറഞ്ഞ നൗഷാദ് ഹസനി
ഈ വാചകത്തിൽ ഒരു വാചകം മാത്രം വായിച്ചുകൊണ്ടാണ് അതിനെ പറയാൻ ശ്രമിച്ചതെങ്കിൽ അത് ശുദ്ധ നുണയാണെന്നും മുജാഹിദുകൾ പറഞ്ഞു വന്നത് ഇമാം നവവി അടക്കമുള്ള പണ്ഡിതന്മാർ പറഞ്ഞു തന്നെയാണെന്നും അതാണ് നാളിന്ന് വരെ പറഞ്ഞിരിക്കുന്നതെന്നും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നുമാണ് ഇസ്ലാഹ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇസ്ലാഹിന്റെ പേരിൽ അദ്ദേഹം നടത്തിയ തട്ടിപ്പാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതിപ്പോഴും വാങ്ങാൻ കിട്ടുന്ന ഇസ്ലാഹാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇത് നിങ്ങൾ വായിച്ചു നോക്കണമെന്നുകൂടി ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. അപ്പോൾ മുജാഹിദുകൾ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമെന്നത് പറയാൻ കൊണ്ടുവന്ന ആശയം അത് പൊളിഞ്ഞു എന്ന അദ്ദേഹത്തിൻ്റെ വാദവും ആ CD ഇറക്കുമ്പോൾ ചരിത്ര വിജയമായി കൊണ്ടാടുന്ന ഖുബൂരികൾ കാരന്തൂരികളും അറിയണം, നിങ്ങളുടെ ചരിത്രപരമായ നുണയാണ് വീണ്ടും വീണ്ടും രംഗത്ത് വന്നിട്ടുള്ളത് എന്നതുകൂടി ഈ സന്ദർഭത്തിൽ നിങ്ങൾ മനസ്സിലാക്കണമെന്നതുകൂടി ഉണർത്തുകയാണ്. പിന്നീട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നൗഷാദ് ഹസൻ നടത്തിയ മറ്റൊരു കുതന്ത്രമാണ്. രണ്ടാമത്തെ സെഷനിൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ സെഷനിൽ ചോദ്യോത്തരങ്ങൾക്ക് മുജാഹിദ് പക്ഷത്തിൻ്റെ ചോദ്യത്തിന് മറുപടിയായി മുജാഹിദ് പക്ഷത്തിൻ്റെ ചോദ്യം അല്ലാഹുവല്ലാത്തവരോടുള്ള ഇസ്തിഗാസ. അതേ പ്രവാചകന്റെ വഫാത്തിന് ശേഷം എന്നെ വിളിച്ച് തേടിക്കോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു സഹീഹായ ഹദീസ് ഉദ്ധരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടിയായി നൗഷാദ് ഹസനി പറഞ്ഞത്, ഹദീസ് എന്തിനാ, ആയത്ത് തന്നെ പിടിച്ചോ. ഏതായിരുന്നു ആ ആയത്ത്? പരിശുദ്ധ ഖുർആൻ 33-ാം അധ്യായം സൂറത്ത് അഹ്സാബിന്റെ 6-ാമത്തെ ആയത്ത്. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും എന്ന് തുടങ്ങുന്ന ആയത്തിലെ ആദ്യ ഭാഗം മാത്രം എടുത്തുകൊണ്ട് നൗഷാദ് ഹസനി ഇമാം മാവറദി തൻ്റെ അന്നുഖത്ത് വൽ ഉയൂൻ എന്ന തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്, പ്രയാസഘട്ടങ്ങളിൽ എന്നെ വിളിച്ചോളൂ, പ്രയാസഘട്ടങ്ങളിൽ അഭയം തേടാനുള്ള ആളാണെന്നും കടബാധ്യതയുണ്ടായാൽ കടം തീർക്കാനുള്ള ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് ആയത്തിൻ്റെ വിശദീകരണത്തിൽ മാവറദി ഇമാം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിശദീകരിച്ചത്. യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇമാം മാവറദിയുടെ തഫ്സീറിൽ അതടക്കമുള്ള ലോകത്ത് ഏത് തഫ്സീർ പരിശോധിച്ചാലും സംവാദവേളയിൽ ഈ ഉള്ളവൻ പറഞ്ഞ വാചകം, ആ ആയത്ത് അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികൾക്ക് അവരുടെ സ്വന്തം ദേഹത്തേക്കാൾ പ്രിയപ്പെട്ടവനാണ് എന്നത് തർക്കമില്ലാത്ത വിഷയമാണെന്നും, എന്നാൽ പ്രവാചകന്റെ വിയോഗാനന്തരം നബിതങ്ങളെ വിളിച്ചു തേടണമെന്നതിലില്ലെന്നും ഞാൻ സൂചിപ്പിച്ചുവെങ്കിലും അദ്ദേഹം മാവർദി ഇമാമിൻ്റെ തഫ്സീർ വായിക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ എന്തായിരുന്നു ആ തഫ്സീറിൽ ഉണ്ടായിരുന്നത്? ആ തഫ്സീറിൽ അദ്ദേഹം പറയുന്നത്, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം ഫീഹി അർബഅതു ഔജുഹിൻ, ഇതിൽ 4 രൂപങ്ങളുണ്ട്. അഹദുഹാ, ഒന്നാമത്തത്, അന്നഹു ഔലാ ബിഹിം മിൻ ബഅദിഹിം ബിബഅദിൻ ലിഇർസാലിഹി ഇലൈഹിം വഫർദി ത്വാഅതിഹി അലൈഹിം. ഒന്നാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനടക്കമുള്ള സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരെ ചിലരെക്കാളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ പ്രിയപ്പെട്ടവനാണ്. എന്ത് കാരണം? ലിഇർസാലിഹി ഇലൈഹിം, കാരണം പ്രവാചകനെ അവർക്ക് ദൈവദൂതനായി നിയോഗിക്കപ്പെട്ട കാരണം. മാത്രമല്ല വഫർദി ത്വാഅതിഹി അലൈഹിം, അവരുടെ മേൽ ആ പ്രവാചകനെ അനുസരിക്കൽ നിർബന്ധമാണ് എന്ന നിലക്കും ഒന്നാമത്തെ അർത്ഥം തന്നെ ഇമാം മാവറദി റഹിമഹുല്ലാഹ് കൊടുത്തത് അള്ളാഹുവിൻ്റെ റസൂൽ ഏറ്റവും പ്രിയപ്പെട്ടവനാണെന്നതിന് കാരണം ഇതാണ് എന്നാണ്. രണ്ടാമത്തതോ അന്നഹു ഔലാ ബിഹിം ഫീമാ റആഹു ലഹു ബിഅൻഫുസിഹിം, അതേ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പ്രിയപ്പെട്ടവനാണ്, അവരുടെ സ്വന്തത്തിലെ അഭിപ്രായത്തെക്കാളും റസൂലുള്ളാഹിക്ക് പ്രാധാന്യം കൊടുക്കുക എന്നർത്ഥം. ഇതാണ് ഇക്രിമ റളിയല്ലാഹു അൻഹു കൊടുത്ത അഭിപ്രായം. മൂന്നാമത്തതോ അന്നഹു കാന ഫിൽ ഹർഫിൽ അവ്വൽ ഹുവ അബുൽ ലഹും, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കൊരു പിതാവിനെ പോലെയാണ്, ഒന്നാം സ്ഥാനത്താണ് റസൂലുള്ളാഹ്. ഈ വാചകം ഇറങ്ങാനുള്ള കാരണം കൂടി അദ്ദേഹം പറഞ്ഞു, വകാന സബബു നുസൂലിഹ, ഈ ആയത്ത് അവതരിക്കാനുള്ള കാരണം അന്നൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ അറാദ ഗസാത്ത് തബൂക്കിൻ അമറ الناس بالخروج فقال قوم منهم نستأذن آباءنا وأمهاتنا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് തബൂക്ക് യുദ്ധത്തിന് പുറപ്പെടാൻ ആജ്ഞ പുറപ്പെടുവിച്ചപ്പോൾ അവരിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു, ഞങ്ങളെ മാതാക്കളോടും ഞങ്ങളെ പിതാക്കന്മാരോടും
അനുവാദം ചോദിക്കട്ടെ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ ആണ് ഈ ആയത്ത് അവതരിപ്പിച്ചത്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. പോരാ, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സ്വന്തം പിതാവിനേക്കാളും മാതാവിനേക്കാളും പ്രിയപ്പെട്ടവനാവണം എന്നാണ് അതിൻ്റെ അർത്ഥം. നാലാമത്തതാണ് ചർച്ചയിൽ നൗഷാദ് ഹസനി വായിച്ച ഭാഗം. അന്നഹു ഔലാ ബിഹിം ഫീ ഖളാഇ ദുയൂനിഹിം വഇസ്ആഫിഹിം ഫീ നവാഇബിഹിം على ما رواه عبد الرحمن بن أبي عمرة عن أبي هريرة رضي الله عنه. നാലാമത്തത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പ്രിയപ്പെട്ടവനാണ്. അവരുടെ കടം വീട്ടുന്ന വിഷയത്തിൽ, പ്രയാസങ്ങൾ അവരെ സഹായിക്കുന്ന വിഷയത്തിൽ. എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് കൂടെ അദ്ദേഹം എടുത്തു കൊടുത്തു. മാ മിൻ മുഅ്മിനിൻ ഇല്ലാ അന ഔലൽ നാസ് ബിഹി ഫി ദുനിയാ വൽ ആഖിറ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകൻ ജനങ്ങൾക്ക് അവരെക്കാളെല്ലാം പ്രവാചകൻ എല്ലാ സത്യവിശ്വാസികളെക്കാളും പ്രിയപ്പെട്ടവനാണ് ദുനിയാവിലും ആഖിറത്തിലും. യഖറഉ ഇൻ ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾ പാരായണം ചെയ്യുക. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ശേഷം കാണാം ഫഅയ്യുമാ മുഅ്മിനിൻ തറക മാലൻ. ഏതെങ്കിലും ഒരു സത്യവിശ്വാസി സമ്പത്ത് ഉപേക്ഷിച്ച് അയാൾ മരണപ്പെട്ടു, അയാൾക്ക് സമ്പത്തുണ്ടെങ്കിൽ ഫൽതരിതുഹു ഉസ്ബതുഹു മൻ കാനു. ആ അനന്തരാവകാശികൾ ആരോ ഉള്ളത് അവരത് അനന്തരമെടുക്കട്ടെ. വൈൻ തറക ദൈനൻ, ഇനി ഒരാൾ കടം ശേഷിപ്പിച്ചുവെങ്കിൽ ഔ ലയാഅൻ, അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത നിലക്ക് കുടുംബത്തെ ഉപേക്ഷിച്ചെങ്കിൽ ഫൽയഅ്തിനി, അവൻ എൻ്റെ അടുത്ത് വരട്ടെ. ഫഅന മൗലാഹു, ഞാൻ അവൻ്റെ രക്ഷാധികാരിയാണ്. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഈ പറയപ്പെട്ട ഹദീസ് ഉദ്ധരിച്ചിട്ടാണ് നൗഷാദ് ഹസനി പറഞ്ഞത്, ആർക്ക് എവിടെയപ്പ കടമുണ്ടെങ്കിലും അവരെല്ലാം റസൂലുള്ളാഹിന്റെ അടുത്ത് വരട്ടെ, റസൂലുള്ളാഹിനെ വിളിക്കട്ടെ. കടം വീട്ടാൻ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതാ ഈ വാചകം വായിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഈ ആയത്തുകൾ വിശദീകരിക്കുമ്പോഴും ആയത്തിൻ്റെ വിശദീകരണം പണ്ഡിതന്മാർ നടത്തുമ്പോഴൊക്കെ അവിടുത്തെ ഈ ഹദീസിൻ്റെ ഉദ്ദേശ്യം പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലവുമായി ബന്ധപ്പെട്ടതാണ്, വഫാത്തുമായി ബന്ധപ്പെട്ടതല്ല. വഫാത്തിന് ശേഷം അങ്ങനെ ഒരു കടബാധ്യതയുള്ളവർ റസൂലുള്ളാഹിന്റെ അടുത്ത് കടബാധ്യതയ്ക്ക് വേണ്ടി തേടണമെന്ന ഒരു ഹുക്മ് ഇസ്ലാമിക ശരീഅത്തിലില്ലേ? ഇല്ല. മാത്രമല്ല, ഈ സംഭവം ഉദ്ധരിക്കപ്പെടുമ്പോൾ തന്നെ ഈ ഹദീസുമായി ബന്ധപ്പെട്ട അദ്ദേഹം രണ്ടാമത് വായിച്ചത് ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിൽ ഒരു ഹദീസാണ്. ആ ഹദീസാവട്ടെ അതാണ് സംവാദത്തിലേറെ എടുത്തുദ്ധരിച്ചുകൊണ്ട് ഫൽയദ്ഉനി, എന്നെ വിളിക്കട്ടെ, ഫദ്ഉനി, എന്നെ വിളിക്കട്ടെ. അതെ, അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത് തദ്ഉഹും, നിങ്ങൾ അവരെ വിളിച്ചാലെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആയത്തോതലില്ലേ? ഇവിടെ റസൂലുള്ള പറയുന്നത് എന്നെ വിളിക്കട്ടെ, അപ്പോൾ ഞാൻ അവർക്ക് എന്താ കടം വീട്ടി കൊടുക്കുമെന്ന് റസൂലുള്ള മുസ്ലിമിൻ്റെ റിപ്പോർട്ടിലുമുണ്ട് എന്ന നിലക്ക് അദ്ദേഹം ശുദ്ധമായ ചരിത്രപരമായൊരു നുണ, അതാണ് കേരളക്കരയിൽ ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആലോചിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ കാരന്തൂരികളോട് ചോദിക്കാണ്, നിങ്ങളെ കൂട്ടത്തിൽ മാന്യതയുള്ളൊരു മനുഷ്യനുണ്ടോ? നിങ്ങളെ കൂട്ടത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നൊരു മനുഷ്യനുണ്ടോ? നൗഷാദ് ഹസനിക്ക് എന്തായാലും അള്ളാഹിനെ പേടിയില്ല. കാരണം അയാൾ നരകത്തിനു വേണ്ടി ജീവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വ്യക്തമാക്കി തെളിയിച്ചു കഴിഞ്ഞതാണ്. കാരണം ഇമാം മുസ്ലിമിന്റെ ഹദീസ് പോലും അള്ളാഹുവിൻ്റെ റസൂൽ ഉദ്ദേശിക്കാത്ത അർത്ഥത്തിന് ഉപയോഗിച്ചുകൊണ്ട് സംവാദത്തിൽ ലഭിക്കുന്ന അല്പനേരത്തെ ആശ്വാസത്തിനും തങ്ങളുടെ കുഞ്ഞാടുകളുടെ ചാട്ടത്തിനും വേണ്ടി സ്വന്തം പരലോകം വരെ പണയപ്പെടുത്തുന്ന മനുഷ്യനാണ് അയാൾ. പക്ഷെ കാരന്തൂരികളെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ കൂട്ടത്തിൽ ഈ വാചകങ്ങൾ വായിക്കാൻ അറിയുന്നൊരു മനുഷ്യൻ കൂട്ടത്തിലുണ്ടോ? എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സുന്നി സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കുകയാണ്, ഔദ്യോഗിക സമസ്തയിലും പണ്ഡിതന്മാരുണ്ടല്ലോ, നിങ്ങൾക്കെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തുകൂടെ? ഇങ്ങനെ റസൂലുള്ളാഹിന്റെ ഹദീസ് ദുർവ്യാഖ്യാനിക്കരുത്, ഇത് മൊത്തത്തിൽ സമസ്തക്ക് നാണക്കേടാണ്, എന്തെങ്കിലും നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഉണർത്തുകയാണ്. നിങ്ങൾക്കറിയുമോ, ഇമാം മുസ്ലിം ആ ഹദീസ് ഉദ്ധരിക്കുന്ന ഏത് ബാബിലാണ്? ബാബു മൻ തറക മാലൻ ഫലിവറസതിഹി. ബാബു മൻ തറക മാലൻ ഫലിവറസതിഹി. ആരെങ്കിലും സമ്പത്ത് ഉപേക്ഷിച്ചാൽ അത് അയാളുടെ അനന്തരാവകാശിക്കുള്ളതാണ്. അതിലതാ ഒന്നാമത് കൊടുക്കുന്ന സംഭവം നിങ്ങൾക്ക് കാണാം. അതിൽ കാണുന്ന വാചകം ഇതാണ്: അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുഅതാ ബിർറജുലിൽ മയ്യിതി അലൈഹി ദൈനു, ഒരു മയ്യിത്ത് കൊണ്ടുവരപ്പെട്ടു, ആ മയ്യിത്തിന് കടമുണ്ട്. ഫയസ്അൽ, അപ്പോൾ റസൂലുള്ളാഹി ചോദിക്കും, ഈ കടം വീട്ടാൻ പറ്റി എന്തെങ്കിലും ഉപേക്ഷിച്ചിട്ടുണ്ടോ? ഫൈൻ ഹുദ്ദിസ അന്നഹു തറക വഫാഅൻ സ്വല്ലാ അലൈഹി, ഉണ്ട് എന്ന് വന്നാൽ റസൂലുള്ളാഹി നിസ്കരിക്കും. വയില്ല, കടം വീട്ടാനൊന്നും വിശേഷിപ്പിച്ചിട്ടില്ലെങ്കിലോ റസൂലുള്ളാഹി പറയും, സ്വല്ലു അലാ സാഹിബിക്കും, നിങ്ങളുടെ സാഹിബിന്റെ മേൽ നിങ്ങൾ നിസ്കരിച്ചോളൂ. ഫലമ്മാ ഫതഹല്ലാഹു അലൈഹിൽ ഫുതൂഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിജയങ്ങൾ സമ്മാനിച്ചപ്പോൾ ഖാല റസൂലുള്ളാഹി പറഞ്ഞു, അന ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, ഞാൻ സത്യവിശ്വാസികൾക്ക് അവരുടെ ദേഹത്തേക്കാൾ പ്രിയപ്പെട്ടവനാണ്. ഫമൻ തുവഫിയ, ആരെങ്കിലും മരണപ്പെട്ടാൽ, വഅലൈഹി ദൈനുൻ, അവന്റെ മേൽ കടമുണ്ടെങ്കിൽ, ഫഅലയ്യ ഖളാഉഹു, എൻ്റെ മേലാണ് ആ ഖള വീട്ടൽ നിർബന്ധമായത്. വമൻ തറക മാലൻ ഫഹുവ ലിവറസതിഹി, ഇനി ആരെങ്കിലും സമ്പത്ത് ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിലോ അതവന് അനന്തരാവകാശികൾക്കാകുന്നു. ഇതാണ് ഹദീസ്. ഈ സംഭവത്തിന് ശേഷം വീണ്ടും ഇമാം മുസ്ലിം തന്റെ ഹദീസിൽ രേഖപ്പെടുത്തിയ മറ്റൊരു സംഭവം ഇതന്നെ, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി ഇൻ അലൽ അർദി മിൻ മുഅ്മിനിൻ ഇല്ലാ അന ഔലൻ നാസി ബിഹി ഫഅയ്യുകും മാ തറക ദൈനൻ ഔ ളയാഅൻ ഫഅന മൗലാഹു വഅയ്യുകും തറക മാലൻ ഫഇലൽ അസബതി മൻ കാൻ. അവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മുഹമ്മദ് നബിയുടെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെ സത്യം. ഭൂമിയുടെ പുറത്തൊരു സത്യവിശ്വാസിയുമില്ല. ആ സത്യവിശ്വാസിയുടെ ശരീരത്തെക്കാൾ ഞാൻ അവന് പ്രിയപ്പെട്ടവനായിട്ടല്ലാതെ. ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും വല്ല കടവ് ശേഷിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത നിലക്ക് കുടുംബത്തെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, ഫഅന മൗലാഹു, ഞാനാണ് ആ കുടുംബത്തിൻ്റെ രക്ഷാധികാരി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മറ്റൊരു ഹദീസിൽ ഇതേപോലെ സംഭവം വിശദീകരിക്കുന്നിടത്ത് കാണാം, നൗഷാദ് അഹ്സനി വായിച്ച വാചകം, അന ഔലൻ നാസി ബിൽ മുഅ്മിനീന ഫീ കിതാബില്ലാഹി അസ്സ വജല്ല വഅയ്യുകും മാ തറക മാലൻ ഫൽയുഅ്തർ ബിമാലിഹി അസബതുഹു മൻ കാന. ഇവിടെയും റസൂലുള്ളാഹി പറഞ്ഞു, നേരത്തെ പറഞ്ഞതിന് വിപരീതമല്ല, ഒരേ റൂട്ടിൽ തന്നെ എൻ്റെ അടുത്ത് വരട്ടെ, എന്നെ വിളിക്കട്ടെ എന്ന് റസൂലുള്ളാഹി പറഞ്ഞാൽ വഫാത്തിന് ശേഷം റസൂലുള്ളാഹിനെ വിളിക്കണമെന്നാണോ? അല്ലേ, അല്ല. മറിച്ച് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മരണപ്പെട്ടുപോയ സ്വഹാബികൾക്ക് സമ്പത്തില്ലെങ്കിൽ അത് ബൈത്തുൽ മാലിൽ നിന്ന് എടുത്തു കൊടുക്കാൻ ആവശ്യമായ നിർദ്ദേശം നൽകാൻ എൻ്റെ അടുത്ത് വരട്ടെ എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ഇത് ഞാൻ എൻ്റെ സ്വന്തം വക പറയുന്നതല്ല. ഇമാം മുസ്ലിം ഈ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ ഇമാം നബവി അതിന് വിശദീകരണം കൊടുത്തത് കാണാം. അദ്ദേഹം കൊടുത്ത വിശദീകരണത്തിൽ ഒന്ന്, എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം അവർക്ക് നിസ്കരിക്കില്ല എന്ന് പറയാൻ കാരണം? അദ്ദേഹം പറയുകയാണ്, ഇന്നമാ കാന യത്റുകു സ്വലാത്ത അലൈഹി, റസൂലുള്ളാഹി ആ മയ്യിത്തിന്റെ മേൽ നിസ്കാരം ഉപേക്ഷിക്കാനുള്ള കാരണം ജനങ്ങളെ കടം വീട്ടുന്നതിന് പ്രോത്സാഹിപ്പിക്കാനും മാത്രമല്ല റസൂലുള്ളാഹിയുടെ പ്രാർത്ഥന, അവിടുത്തെ നിസ്കാരം അവർക്ക് നഷ്ടപ്പെടാതിരിക്കുന്നതിലേക്ക് അവരെ ചേർക്കാനും വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹി നിസ്കരിക്കാതിരുന്നത്. എന്നാൽ ഫലമ്മാ ഫതഹല്ലാഹു അലൈഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിജയം സമ്മാനിച്ചപ്പോഴോ ആദ യുസല്ലി അലൈഹിം വയഖ്ളി ദൈന മൻ ലം യഖ്ലിഫ് വഫാ, കടം വീട്ടാൻ ആവശ്യമായ നിർദ്ദേശം നൽകപ്പെടാതെ മരണപ്പെട്ടു പോയ ആളുകൾക്ക് അവരുടെ കടം വീട്ടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങി വന്നു എന്ന്, മടങ്ങി വന്ന വിഷയവും അദ്ദേഹം രേഖപ്പെടുത്തുന്നു. അവിടുന്ന് മനസ്സിലാകുന്നത് ഇത് റസൂലുള്ളാഹിന്റെ ജീവിതകാലവുമായി ബന്ധപ്പെട്ടതാണ്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, റസൂലുള്ളാഹിക്ക് വിജയങ്ങൾ വന്നപ്പോൾ അവിടുന്ന് വിളിച്ചു പ്രാർത്ഥിക്കണം എന്നും വിജയങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് വിളിച്ചു പ്രാർത്ഥിക്കപ്പെടരുതുമെന്നാണോ ഇതിൻ്റെ അർത്ഥം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആരെങ്കിലും എൻ്റെ അടുത്ത് വരട്ടെ എന്ന് പറഞ്ഞതിന് ഉദ്ദേശം തന്നെ ആ ഫത്ഹ് വന്നതിന് ശേഷമാണെന്ന് ഇമാം നബവി രേഖപ്പെടുത്തുമ്പോൾ, ഫത്ഹിന് മുമ്പോ അപ്പോൾ റസൂലുള്ളാഹിനെ വിളിച്ചു പ്രാർത്ഥിക്കണ്ടായിരുന്നോ? റസൂലുള്ളാഹിനോട് സഹായം തേടണ്ടായിരുന്നോ? അതാണോ നിയമം? പ്രിയപ്പെട്ട സഹോദരന്മാർ ചിന്തിക്കണം. കഴിഞ്ഞില്ല. ഇനിയും അദ്ദേഹം പറയുകയാണ്, ഇന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖ്ളിഹി മിൻ മാലി മസാലിഹിൽ മുസ്ലിമീൻ. റസൂലുള്ളാഹി എവിടുന്നാണ് സഹാബത്തിന്റെ കടം വീട്ടിയിരുന്നത്? മുസ്ലിമീങ്ങളുടെ പൊതു ആവശ്യത്തിന് ഉപയോഗിക്കുന്ന സമ്പത്തിൽ നിന്ന്, ബൈത്തുൽ മാലിൽ നിന്നായിരുന്നു. വേറെ അഭിപ്രായം മിൻ മാലി നഫ്സിഹി, റസൂലുള്ളാഹി സ്വന്തം ധനത്തിൽ നിന്നായിരുന്നു എന്ന് കാണാം. ഇത് റസൂലുള്ളാഹിക്ക് നിർബന്ധമാണോ ഇങ്ങനെ വീട്ടൽ? കാന ഹാദൽ ഖളാഉ വാജിബൻ അലൈഹി ഫഖീല തബർറുഅൻ മിൻഹു, റസൂലുള്ളാഹിക്ക് നിർബന്ധമാണെന്ന് ഒരു അഭിപ്രായം പറയുന്നു. അല്ല, റസൂലുള്ളാഹി സ്വന്തം നിലക്ക് അവിടുന്ന് ദാനമായി നൽകിയതായിരുന്നു എന്നും കാണാം. ഇവിടുന്നൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. അതിൻ്റെ ഒക്കെ അർത്ഥം
അള്ളാഹിൻ്റെ റസൂലിൻ്റെ ജീവിതകാലത്തായിരുന്നു. മാത്രമല്ല ഇതേപോലെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇതേ സംഭവം തന്നെ എടുത്തുദ്ധരിച്ചുകൊണ്ട് ഇമാം ബുഖാരി തൻ്റെ സ്വഹീഹുൽ ബുഖാരിയിൽ ഈ ഹദീസ് എടുത്തുദ്ധരിച്ചു. ആ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ അസ്ഖലാനി തൻ്റെ ഫത്ഹുൽ ബാരിയിലും രേഖപ്പെടുത്തിയത് എന്താണ്? ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുതാ ബിർറജുലി അൽമുതവഫാ അലൈഹി ദൈൻ ഫയഖൂലു ഹൽ തറക ലിദൈനിഹി ഖളാ വഇൻ ഖീല നഅം സ്വല്ലാ അലൈഹി വഇല്ലാ ഖദ് ഖാല സ്വല്ലു അലാ സാഹിബിക്കും ഫലമ്മാ ഫതഹല്ലാഹു അലൈഹിൽ ഫുതൂഹ് ഖാല അന ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നേരത്തെ പറഞ്ഞ ഇമാം മുസ്ലിമിൻ്റെ അതേ സംഭവം തന്നെ, ഇമാം നവവി പറഞ്ഞ അതേ വാചകം തന്നെ ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് എടുത്തു കൊടുക്കുകയാണ്. റസൂലുള്ളാഹിന്റെ അടുത്ത് മയ്യിത്ത് കൊണ്ടുവരപ്പെട്ടാൽ കടമുള്ളതാണെങ്കിൽ റസൂലുള്ളാഹി നിസ്കരിച്ചില്ല. നിസ്കരിക്കാൻ കടം വീട്ടാൻ ആവതുള്ളത് ഉണ്ട് എന്ന് വന്നാൽ റസൂലുള്ളാഹി നിസ്കരിക്കും. ഇല്ലെങ്കിൽ റസൂലുള്ളാഹി പറയും നിങ്ങളുടെ സാഹിബിന് നിസ്കരിച്ചോളൂ. അതേ സമയത്ത് റസൂലുള്ളാഹിക്ക് വിജയങ്ങൾ ലഭിച്ചപ്പോഴോ അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ സത്യവിശ്വാസികൾക്ക് അവരുടെ സ്വന്തം ദേഹത്തേക്കാൾ പ്രിയപ്പെട്ടവനാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും കടമുണ്ടോ അവരെൻ്റെ അടുത്ത് വരട്ടെ. ഫൈൻ തറക ദൈനൻ ഔ ലഅയാൻ ഫൽയഅ്തിനി ഫഅന മൗലാഹു. എൻ്റെ അടുത്ത് വരട്ടെ കടമുള്ളവൻ എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. എന്താണ് അതിൻ്റെ അർത്ഥം? ഫൽയഅ്തിനി, എൻ്റെ അടുത്ത് വരട്ടെ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഐ മയ്യഖൂമു മഖാമഹു ഫിസ്സഈ ഫി വഫാഇ ദൈനിഹി. ആ മയ്യത്തിൻ്റെ കടം വീട്ടുന്ന വിഷയത്തിൽ പരിശ്രമിക്കുന്ന ആ മയ്യത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആൾ ആരോ അയാൾ എൻ്റെ അടുത്ത് വരട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഔവൽ മുറാദ് സാഹിബുദ്ദൈൻ, അല്ലെങ്കിൽ കടമുള്ളവൻ വരട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് മയ്യിത്ത് കൊണ്ടുവന്ന് വെക്കുമ്പോൾ കടമുള്ള മയ്യിത്താണെങ്കിൽ അതിൻ്റെ ആള് കടം വീട്ടാനുള്ളവൻ എൻ്റെ അടുത്ത് വരട്ടെ, ബൈത്തുൽ മാലിൽ നിന്ന് ഞാൻ നൽകാം എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി കേട്ടോളൂ, വഹൽ കാന ദാലിക മിൻ ഖസാഇസിഹി ഔ യജിബു അലാ ഉലാത്തിൽ അംരി ബഅദഹു. ഇത് റസൂലുള്ളാഹിന്റെ പ്രത്യേകതയാണോ അതല്ല റസൂലുള്ളാഹിക്ക് ശേഷം ഇസ്ലാമിൻ്റെ കൈകാര്യകർത്തൃത്വം ഏറ്റെടുത്ത ഉലാത്തുൽ അംറിൻ്റെ മേലും നിർബന്ധമാണോ? വറാജിഹു അൽ ഇസ്തിംറാർ, ശരിയായ അഭിപ്രായം എല്ലാവരുടെ മേലും നിക്ഷിപ്തമാണ് എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ച് നോക്കണം, റസൂലുള്ളാഹിനെ വിളിച്ചു തേടണമെന്നാണ് ഇതിൻ്റെ അർത്ഥമെങ്കിൽ പിൽക്കാലത്ത് വന്ന ഖലീഫമാർക്കൊക്കെ അത് ബാധകമാണെന്നാണ് ഇതാ ഇബ്നു ഹജർ അസ്ഖലാനി തൻ്റെ ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തിയത്. അപ്പോൾ ഖലീഫയായി നിൽക്കുന്നയാള്, ഇമാമായി നിൽക്കുന്നയാള് മുസ്ലിമീങ്ങൾപ്പെട്ട മയ്യത്ത് കൊണ്ടുവന്ന് വെച്ചാൽ ഉടനെ ചോദിക്കണം, ഈ മയ്യത്തിന് വല്ല കടവ് ശേഷിക്കുന്നുണ്ടോ, കടം വീട്ടാൻ പറ്റി എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ അത് ബൈത്തുൽ മാലിൽ നിന്നെടുത്ത് വീടണം. ലാകിൻ വുജൂബുൽ വഫാഇ ഇന്നമാ ഹുവ മിൻ മാലിൽ മസാലിഹ്. അതേ, ഇസ്ലാമിക സമ്പത്തിൽ നിന്ന് ബൈത്തുൽ മാലിൽ നിന്നെടുത്ത് ചെലവാക്കൽ നിർബന്ധമാണ് എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് ഇബ്നു ഹജർ അസ്ഖലാനി തൻ്റെ ഫത്ഹുൽ ബാരി രേഖപ്പെടുത്തുകയാണ്. ഇതാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ചോദിച്ചത്. അല്ല കാരന്തൂരികളെ, നിങ്ങളെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരുത്തൻ നേർമാർഗം പ്രാപിച്ച ഏതെങ്കിലും ഒരാളുണ്ടോ? ഈ ഇബ്നു ഹജർ അസ്ഖലാനി തൻ്റെ ഫത്ഹുൽ ബാരി രേഖപ്പെടുത്തുന്നതും ഇമാം നവവി തൻ്റെ ശറഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയതുമെല്ലാം റസൂലുള്ളാഹിന്റെ ജീവിതകാലവുമായി ബന്ധപ്പെട്ടതാകുമ്പോൾ ആ സമ്പാദത്തിൽ അല്പസമയം മാത്രം ലഭിക്കുന്ന ഒരല്പം ആശ്വാസത്തിന് വേണ്ടിയിട്ട് പച്ച നുണ റസൂലുള്ളാഹിന്റെ പേരിൽ കൊണ്ട് നടക്കുന്നു. റസൂലുള്ളാഹിന്റെ പേരിൽ നുണ കാച്ചി, പണ്ഡിതന്മാരുടെ പേരിൽ നുണ കാച്ചി കൊണ്ട് നടക്കുന്ന സ്വഭാവം അത് ശരിയല്ല. അതൊരിക്കലും ഒരു സത്യവിശ്വാസിക്കും അതൊരു പണ്ഡിതനും യോജിച്ചതല്ല എന്ന കാര്യം ഒന്നുകൂടി ഞാൻ ഉണർത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പിന്നീട് അദ്ദേഹം എടുത്തുദ്ധരിച്ചത് മുഹമ്മദ് ബിൻ മുൻകദിറിന്റെ സംഭവമായിരുന്നു. മുജാബുദ് ദഅവ എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് അദ്ദേഹം വായിച്ചത്. അതേ, മുജാബുദ് ദഅവ എന്ന ഈ ഗ്രന്ഥത്തിൽ നിന്ന് ഇബ്നു അബി ദുനിയയുടെ ഈ കിതാബിൽ നിന്നാണ് അദ്ദേഹം വായിച്ചത്. ഇതിൻ്റെ 137-ാമത്തെ പേജിലാണ് അദ്ദേഹം പറഞ്ഞ സംഭവമുള്ളത്. എന്താണ് സംഭവം? മുഹമ്മദ് ബിൻ മുൻകദിർ അദ്ദേഹത്തിൻ്റെ മകൻ പറയുകയാണ്, എൻ്റെ ഉപ്പാടെടുത്ത് ഒരാൾ 80 ദിനാറ് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു. അങ്ങനെ അദ്ദേഹം യുദ്ധത്തിന് വേണ്ടി പോയി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുത്തോളൂ, മടങ്ങി വരുമ്പോൾ തന്നാൽ മതി. അങ്ങനെ മദീനയിൽ ക്ഷാമമുണ്ടായ സമയത്ത് അദ്ദേഹം തിരിച്ചു വന്നു. അദ്ദേഹം തൻ്റെ സമ്പത്ത് തിരിച്ചു ചോദിച്ചു. ആ സമയത്ത് മുഹമ്മദ് ബിൻ മുൻകദിർ പറഞ്ഞു, നാളെ വരിക. അങ്ങനെ വസാബ ഫിൽ മസ്ജിദി,
മുതലബ്ബിദൻ ബിഖബ്രി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറത്തൻ വബിമിംബരിഹി മറത്തൻ ഹത്താ കാദ യുസ്ബിഹ്. പ്രഭാതമാകുന്നതുവരെ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്തും മിമ്പറിന്റെ അടുത്തും അദ്ദേഹം അഭയം തേടിക്കൊണ്ട് പള്ളിയിൽ കഴിച്ചുകൂട്ടി. അങ്ങനെ ഫൈദാ ശഖ്സുൻ ഫിസ്സവാ, ഇരുട്ടിലൊരു മനുഷ്യൻ വരുന്നു. ദൂനക്കയാ മുഹമ്മദ്, ഇതാ പിടിച്ചോ മുഹമ്മദേ, കൈ നീട്ടു. അങ്ങനെ കയ്യിലതാ 80 ദിനാർ വെച്ചു കൊടുത്തു. ഇതാണ് സംഭവം. ഇവിടെ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത് പോയി സഹായം തേടി മുഹമ്മദ് ബിൻ മുൻകദിർ എന്ന താബിഈങ്ങൾ പ്രധാനപ്പെട്ട ആളത് ചെയ്തു എന്ന് ഈ കിതാബ് ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം വായിച്ചത്. യഥാർത്ഥത്തിൽ ഈ കിതാബിൽ ആ ഉദ്ധരിച്ച സംഭവം പോലും ദുർബലമായ പരമ്പരയിലൂടെയാണ് ആ സംഭവം ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. കാരണം ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള മുൻകദിർ ബിൻ മുഹമ്മദ് എന്ന് പറയപ്പെടുന്ന റാവി, അദ്ദേഹമാവട്ടെ മുഹമ്മദ് ബിൻ മുൻകദിറിന്റെ മകനാണ്. അദ്ദേഹമാവട്ടെ ദുർബലനാണെന്ന് പണ്ഡിതന്മാർ ഇൻഷാ അല്ലാഹ് ഞാൻ ശേഷം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ അറിയണം, ഇതേ കിതാബിന്റെ 86-ാമത്തെ പേജിൽ ഇതേ സംഭവം ദുആ മുഹമ്മദ് ഇബ്നു മുൻകദിർ എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു കൊടുത്തിട്ടുണ്ട്. മുജാബു ദഅവ എന്ന ഇബ്നു അബി ദുനിയയുടെ കിതാബ് അതിൻ്റെ 137-ാമത്തെ പേജിലാണ് നൗഷാദ് ഹസനി വായിച്ച സംഭവം ഉള്ളതെങ്കിൽ അതേ സംഭവം 86-ാമത്തെ പേജിൽ കൊടുക്കുന്നത് ഇങ്ങനെയാണ്: استودع محمد بن المنكدر وديعة فاحتاج إليها فأنفقها فجاء صاحب الوديعة يطلبها فقام وتوضأ فصلى ثم دعا فقال يا ساد الهواء بالسماء ويا كابس الأرض على الماء ويا واحد قبل كل أحد يقول أد عني أمانتي فسمع قائلا يقول خذ هذه فأدها عن أمانتك فاقصر في الخطبة فإنك لن تراني. എന്താണ് അദ്ദേഹം പറഞ്ഞത്? മുഹമ്മദ് ബിൻ മുൻകദിറിന്റെ സംഭവത്തിൽ എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? അദ്ദേഹം അതാ ഇതേ സംഭവം ഇബ്നു അബി ദുനിയ എടുത്തുകൊടുത്ത സംഭവത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എന്താണ്? അദ്ദേഹം പറയുകയാണ്, മുഹമ്മദ് ബിൻ മുൻകദിറിന്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരാള് ഒരു സൂക്ഷിപ്പ് സ്വത്തേൽപ്പിച്ചു. അങ്ങനെ അദ്ദേഹം തിരിച്ചു വന്നത് ചോദിക്കാൻ നേരത്ത് ഇദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കാനില്ല. അദ്ദേഹം എഴുന്നേറ്റു, ഒളുവെടുത്തു, നിസ്കരിച്ചു, എന്നിട്ട് ദുആ ചെയ്തു. എന്താ ദുആ ചെയ്തത്? കാറ്റിനെ ആകാശം കൊണ്ട് അടച്ചവനെ, യാ സാദ്ദൽ ഹവാഇ ബിസ്സമാ, കാറ്റിനെ ആകാശം കൊണ്ട് അടച്ചവനെ, മാത്രമല്ല വയാ കാബിസൽ അർളി അലൽ മാ, വെള്ളത്തെ ഭൂമിയാൽ തൂർത്തവനെ, വയാ വാഹിദു ഖബ്ല കുല്ലി അഹദിൻ യഖൂൽ, എല്ലാവരെക്കാളും മുമ്പുള്ള ഏകനായവനെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹുവോട് പറയാണ്, അദ്യന്നി അമാനതി, അല്ലാഹുവേ എൻ്റെ ഈ അമാനത്ത് വീടാൻ നീ എന്നെ സഹായിക്കണേ എന്ന നിലക്ക് മുഹമ്മദ് ബിൻ മുൻകദിർ റഹിമഹുല്ലാഹ് പ്രാർത്ഥിച്ചു എന്നാണ് ഈ സംഭവത്തിലുള്ളത്. അപ്പോൾ അദ്ദേഹം ഒരു അശരീരി കേട്ടു എന്നും അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ഈ അമാനത്ത് വീടാനുള്ള തുക എത്തിയെന്നും മാത്രമല്ല അതിൽ പറയുന്നുണ്ട് ഫഇന്നക ലൻ തറാനി, നിനക്ക് എന്നെ കാണാൻ സാധ്യമല്ല എന്ന്. ഇതാണ് ശരിക്ക് മറ്റൊരു സംഭവം. ഇതേ കിതാബിൽ ഈ 2 സംഭവം എടുത്തു കൊടുത്തത് കാണാം. ഒന്ന് നൗഷാദ് ഹസനി വായിച്ച 137-ാമത്തെ പേജിലുള്ള 80 ദിനാറിന്റെ സംഭവവും അതോടൊപ്പം തന്നെ ദിനാറ് പറയാതെ ദുആ മുഹമ്മദ് ബിൻ മുൻകദിർ എന്ന പേരിൽ ഇതിൻ്റെ 86-ാമത്തെ പേജിൽ പറഞ്ഞ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന. ഇത് നിങ്ങൾ അറിയണം. അദ്ദേഹത്തിൻ്റെ ഈ സംഭവത്തിൽ പറയപ്പെട്ടതാവട്ടെ യഥാർത്ഥത്തിൽ ആ സംഭവം ദുർബലമാണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയുകയാണ്. ഞാൻ ആ സംഭവത്തിൽ വന്ന റിപ്പോർട്ടറായ മുൻകദിർ ബിൻ മുഹമ്മദ് ബിൻ മുൻകദിറിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അതേ അൽ ജർഹ് വ തഅദീൽ ഇബി ഹാത്തമിന്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്, സഅൽതു അബി അനിൽ മുൻകദിർ ബിൻ മുഹമ്മദ് ബിൻ മുൻകദിർ ഫഖാല കാന റജുലൻ സാലിഹൻ ലാ യുഖീമുൽ ഹദീഥ കാന കസീറൽ ഖത്ഇ ലം യകുൻ ബിൽ ഹാഫിദ് ലി ഹദീഥി അബീഹി എന്നാണ് അദ്ദേഹം പറയുന്നത്. തൻ്റെ ഉപ്പയോട് ഞാൻ ചോദിച്ചു ഇദ്ദേഹത്തെക്കുറിച്ച്. അദ്ദേഹം നല്ല മനുഷ്യനാണ്, പക്ഷേ അദ്ദേഹത്തിന് ഹദീസ് ശരിയാവണ്ണം അറിയില്ല. മാത്രമല്ല അദ്ദേഹം ധാരാളം പിഴവ് വരുത്തുന്ന ആളാണ്. മാത്രമല്ല ലം യകുൻ ബിൽ ഹാഫിദ് ലി ഹദീഥി അബീഹി, സ്വന്തം പിതാവിൻ്റെ ഹദീസുകൾ പോലും അദ്ദേഹം മനഃപ്പാഠമാക്കിയിട്ടില്ലാത്ത ആളാണ്. അദ്ദേഹമാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്ത നൗഷാദ് ഹസനി വായിച്ചത്.
കഴിഞ്ഞില്ല. ഇമാം ഇബ്നുൽ ജൗസി അദ്ദേഹത്തിന് കിതാബുൽ ദുഅഫാഇ വൽ മത്റൂകീൻ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്ന വാചകത്തിൽ അദ്ദേഹം പറയുകയാണ്, ഖാല അഹ്മദ് ഹുവ കസീറുൽ ഖത്അ. അഹ്മദ് ഇമാം പറയുകയാണ്, അദ്ദേഹം ധാരാളം തെറ്റുവരുത്തിയ ആളാണ്. മാത്രമല്ല ഹദീസ് ദുർബലമാണ്. ഇമാം നസായി പറഞ്ഞു, അബൂ സുറൈം പറഞ്ഞു, അദ്ദേഹം യാതൊരു ശക്തിയുമുള്ള ആളല്ല, കവിയല്ല. മാത്രമല്ല ഇബ്നു മഈൻ പറഞ്ഞു, ഒരു കാര്യവും അയാളെ കൊണ്ടില്ല. ഇങ്ങനെ പറഞ്ഞാൽ പണ്ഡിതന്മാർ ഓരോരുത്തരും അദ്ദേഹത്തെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇമാം ദഹബി തന്റെ താരീഖുൽ ഇസ്ലാം രേഖപ്പെടുത്തി, ലഅഫഹു അൻ-നസാഇ വഖാല അബൂ ഹാത്തിം കാന റജുലൻ സാലിഹൻ കസീറൽ ഖത്ഇ വഖാല ഇബ്നു ഹിബ്ബാൻ ഖതഅതുഹു അൽ-ഇബാദ അൻ മുറാഅത്തിൽ ഹിഫ്ളി. അദ്ദേഹം ഹിഫ്ളില്ലാത്ത ആളാണ്, തെറ്റുവരുത്തുന്ന ആളാണ്, ദുർബലനാണെന്നൊക്കെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. അതുപോലെ ഇബ്നു ഹജർ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലും രേഖപ്പെടുത്തി, ഇദ്ദേഹം ഹദീസ് സ്വീകരിക്കാൻ പറ്റിയ ആളല്ല. മാത്രമല്ല ഷെയ്ഖ് അബ്ദുറഹ്മാൻ ദിമഷ്ഖി പറഞ്ഞു, അദ്ദേഹം ഉദ്ധരിച്ച സനദ് ദുർബലമാണ്. ഏത് മുൻകദിർ മുഹമ്മദ് ബിൻ മുൻകദിർ റിപ്പോർട്ട് ചെയ്ത സംഭവമുണ്ടല്ലോ, റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത് പോയി എന്ന് തന്റെ പിതാവിനെ കുറിച്ച് പറയപ്പെടുന്ന സനദ്, അത് ദുർബലമാണെന്ന് മാത്രമല്ല അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ റിപ്പോർട്ടിൽ അതിനേക്കാളും സ്വഹീഹായ പരമ്പരയിലൂടെ റിപ്പോർട്ട് ചെയ്തല്ലാവട്ടെ ഈ ഖബറിന്റെ അടുത്ത് പോയ സംഭവം നമുക്ക് കാണാൻ കഴിയുന്നില്ല. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ സനദ്, ഇദ്ദേഹം ദുർബലനാണെന്ന് പണ്ഡിതന്മാർ മുഴുവനും പറഞ്ഞു. ദുർബലമായ പരമ്പര